സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് നമ്മുടെ മനോരമ പേപ്പർ എടുത്ത് വായിച്ചപ്പോൾ ഇവിടെ ബോംബെയിൽ രാവിലെ 7 മണിയാകുമ്പം പേപ്പർ വരും. പേപ്പർ പോയി മേടിക്കണമെന്നേ ഉള്ളൂ. നമ്മൾ താമസിക്കുന്നിടത്ത് താഴോട്ട് പോയി മേടിച്ചു. അപ്പം ഫ്രണ്ട് പേജ് നോക്കി ഇതിൻ്റെ തിരിച്ചു ലാസ്റ്റ് പേജ് നോക്കി. എന്നിട്ട് 12ാമത്തെ പേജ് സ്പോർട്സ് പേജാണ്. അത് നോക്കിയപ്പോഴത്തേക്ക് കണ്ടൊരു കാഴ്ച ഭയങ്കര ഒരു വളരെ രസകരമല്ല, ഭയങ്കര അത്ഭുതപ്പെടുത്തുന്നൊരു കാഴ്ചയാണ്. വെറും 1.5 ലക്ഷം പേര് ജീവിക്കുന്ന ക്യൂറാസാവോ എന്ന് പറയുന്ന ഒരു രാജ്യം, 1.5 ലക്ഷം പേരെ ജീവിക്കുന്നുള്ളൂ അവിടെ. അവരെ ലോക ഫുട്ബോളിലൊക്കെ യോഗ്യത നേടി എന്നൊരു വാർത്തയാണ്. അത് വലിയൊരു വാർത്തയായിട്ടാണ് മനോരമ കൊടുത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും കൊടുക്കേണ്ടതാണ്. നമ്മൾ 150 കോടി ജനങ്ങൾ താമസിക്കുന്ന ഇന്ത്യ എന്ന് ഒരു ലോകകപ്പിന് കളിക്കാനായിട്ടുള്ള ഒരു യോഗ്യത പോയിട്ട് ഇന്ത്യൻ ഫുട്ബോൾ നിലവാരം എവിടെ നിൽക്കുന്നു. അതുപോലെ കേരളത്തിൽ തന്നെ 3.5 കോടി ജനങ്ങളുണ്ട്. അതിലൊക്കെ വളരെ ചെറിയ ഒരു രാജ്യം, 1.5 കോടി, 1,56,000 പേര് ഉള്ളത്. അവർ ഈ ഫുട്ബോൾ ലോകകപ്പിന് യോഗ്യത നേടി. ഇതൊരു വളരെ അഭിമാനാർഹമായിട്ടുള്ളൊരു നേട്ടമാണ്. നമുക്കൊന്നും ചിന്തിക്കാൻ പോലും ഒക്കത്തില്ല. ഇത്രയും ആൾക്കാരുള്ള ഈ നാട്ടിൽ ഒരു ഫുട്ബോളിൻ്റെ ലോകകപ്പിന് യോഗ്യതയ്ക്ക് വേണ്ടി മത്സരിക്കാൻ പോലും ഒരാകുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നാണക്കേടാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ, ഇവിടെ ഈ സ്പോർട്സ് ഭരിക്കുന്നത് രാഷ്ട്രീയക്കാരാണ്. അതുകൊണ്ട് ഇവിടെ ഒരിക്കലും സ്പോർട്സ് ഗതി പിടിക്കത്തില്ല. ഫുട്ബോളാണേലും മറ്റുള്ള എന്താണേലും, പിന്നെ ക്രിക്കറ്റിനെയൊക്കെ മാറ്റി നിർത്താം. ക്രിക്കറ്റ് ഒരു വലിയൊരു വലിയ ലോകം ഒട്ടാകെ കളിക്കുന്ന ഒരു കളിയൊന്നുമല്ല ക്രിക്കറ്റ്. പണ്ട് സായിപ്പന്മാർ കോമൺവെൽത്ത് രാജ്യങ്ങൾ സായിപ്പന്മാർ ഭരിച്ചിരുന്നത് അവർക്ക് വെയിൽ കൊള്ളാനായിട്ട് ഉണ്ടാക്കിയ ഒരു കളിയാണ്. അത് വലിയൊരു കളിയൊന്നുമല്ല. അപ്പോൾ ഈ ക്യൂറാസാവോ ഇത് വളരെ അഭിമാനാർഹമായിട്ടുള്ള നേട്ടമാണ് കൈവച്ചിരിക്കുന്നത്. ഇന്ത്യയൊക്കെ ഇതൊക്കെ കണ്ടുപഠിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു. നമസ്കാരം. ഗുഡ് നൈറ്റ്.